Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ ഇന്നുള്ളത് കുഞ്ഞാലിയുടെ CPM അല്ലെന്നും പിണറായിയുടെ CPM ആണെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ. ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായ ശേഷം UDF സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് CPMനെതിരെ അൻവർ രൂക്ഷ വിമർശനം നടത്തിയത്. കുഞ്ഞാലി നയിച്ചത് CPM തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പാർട്ടിയായിരുന്നു. എന്നാൽ പിണറായി വിജയൻ നയിക്കുന്ന മുതലാളിമാരുടെ പാർട്ടിയായി ഇന്നത്തെ CPM മാറിക്കഴിഞ്ഞു. ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതോടെ സംസ്ഥാനത്ത് കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കേരളത്തിൽ മയക്കുമരുന്ന് വളരാൻ കാരണം പിണറായിയുടെ പാർട്ടി അവരുടെ അഭയകേന്ദ്രമായി മാറിയതുകൊണ്ടാണെന്നും അൻവർ പറഞ്ഞു. ഇവിടെ പത്രക്കാരോട് ഇങ്ങനെ എന്താ പറയാ, വാളെടുത്ത് വെട്ടുന്നുണ്ട് നമ്മളെ പഴയ സുഹൃത്തുക്കൾ. അതിൽ സഹീറുണ്ട്, പോർട്ടുഗലില്. സഹീർ ഇങ്ങനെ വിരല് ചൂണ്ടി പറയുന്നത് PV അൻവർ ഓർത്ത് കളിച്ചോ, ഇത് സഖാവ് കുഞ്ഞാലിയുടെ പാർട്ടിയാണ്. എവിടെയാണ് സഹീറെ കുഞ്ഞാലിന്റെ പാർട്ടി? കുഞ്ഞാലിയുടെ പാർട്ടി തൊഴിലാളികളെ പാർട്ടിയല്ലേ? ഇന്നത് ആകെ മുതലാളിമാരുടെ പാർട്ടിയല്ലേ? ഏത് തൊഴിലാളിക്കാണ് കേരളത്തിൽ ലക്ഷ്യമുള്ളത്? പ്രിയപ്പെട്ട സഹീർ ഒന്ന് പറയണം. ഈ അങ്ങാടി പറയാലോ, 10,000-കണക്കിന് ആശാ വർക്കർമാര് ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ എത്ര ദിവസമായി പട്ടിണി സമരം തുടങ്ങിയിട്ട്? സഹീറെ എത്ര ദിവസമായി? 232 ഉലുവയാണ് പിണറായി കൊടുക്കുന്നത്. അറിയോ നമുക്ക്? വെറും 232 രൂപ. ഇതൊന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന് അത് കൊടുക്കുവോ? അതുമില്ല. ഗതികെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ഒരു CITUവിന്റെ യൂണിയനാണ് കേരളത്തിൽ 90% ഈ ആശാ വർക്കർമാരുടെ മെമ്പർമാര്. 3-4 വർഷമായി കാല് പിടിച്ച് കറയാൻ തുടങ്ങിയിട്ട് AKG സെന്ററിൽ പോയിട്ട് ഒന്ന് കൂട്ടിത്തരണം. ആരുമില്ലാതെയപ്പോ ഇറങ്ങി തിരിച്ചതാ ആ സഹോദരിമാര്. പോലീസുകാർക്ക് തുച്ഛമായ ശമ്പളമാണ് നൽകുന്നത്. അവർ ചിലപ്പോൾ 24 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ 10 പോലീസുകാർക്ക് ഒരു മാസം ലഭിക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് ഒരു PSC അംഗത്തിന് ലഭിക്കുന്നത്. ADGP അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും അടിമകളാക്കി പോലീസ് സേനയിലെ ഒരു വിഭാഗത്തെ മാറ്റിയപ്പോഴാണ് താൻ പ്രതികരിച്ചതെന്നും PV അൻവർ പറഞ്ഞു. ചുങ്കത്രയിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഒരംഗത്തിന്റെ അവകാശം മാത്രമാണ് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ ഉപയോഗിച്ചത്. ഇതിന് എന്തിനാണ് CPMന് ഇത്ര പൊള്ളാനും പൊല്ലാപ്പിനും കാരണമെന്നും അൻവർ ചോദിച്ചു. അവരുടെ അവകാശം ഉപയോഗിച്ചതിന് ചാണകവെള്ളം തളിക്കേണ്ട കാര്യമില്ല. ഇതിനു മുൻപ് പോത്തുകല്ലിലും അമരമ്പലത്തും ചുങ്കത്രയിലും UDF ഭരണത്തെ അട്ടിമറിച്ച് LDF അവിശ്വാസ പ്രമേയങ്ങൾ പാസാക്കിയപ്പോൾ UDF അംഗങ്ങൾ ചാണകം തളിച്ചോ എന്നും അൻവർ ചോദിച്ചു. അവർ ഈ പഞ്ചായത്തി രാജ് ആക്ട് ഒന്ന് എടുത്ത് വായിക്കണം. ആ ആക്ടിലെ 187 ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തെ കുറിച്ചാണ് പറയുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയിൽ അതിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പഞ്ചായത്തി രാജ് ആക്ട് ഉണ്ടാക്കുന്നത്. ആ ആക്ടിൽ കൃത്യമായി പറയുന്നതാണ് ഒരംഗത്തിന്റെ അവകാശമാണ് ഈ പറയുന്ന 187 പ്രയോഗിക്കാനും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും അതിനെ പിന്തുണക്കാനും അതിന് വോട്ട് ചെയ്യാനുമുള്ള ഒരംഗത്തിന്റെ അധികാരം. ആ അധികാരമാണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ഉപയോഗിച്ചിട്ടുള്ളത്. നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. പോത്തുകല്ല് പഞ്ചായത്തിൽ ഇതേ വിഷയം കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി CPMന്റെ പ്രസിഡന്റ് വന്നപ്പോൾ അവിടത്തേക്ക് വോട്ട് ചെയ്യാൻ വന്ന UDFന്റെ മെമ്പർമാര് ഈ ചാണകവും മലവുമായിട്ട് വന്നിട്ടില്ല. ഇതേ സ്ഥിതി അമരമ്പലത്തുണ്ടായല്ലോ. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ മാറ്റി അവിശ്വാസം കൊണ്ടുവന്ന് ഇതേപോലെ CPMന്റെ പ്രസിഡന്റായപ്പോൾ അവിടെയും UDFന്റെ മെമ്പർമാരാരും ചാണകവും മലവും കൊണ്ടുവന്നിട്ടില്ല. ഈ ചുങ്കത്തറയിൽ തന്നെ ഉണ്ടായല്ലോ. അപ്പോ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും പഞ്ചായത്ത് ആക്ടും അനുവദിക്കുന്ന ഒരംഗത്തിന്റെ അവകാശം അതുപയോഗിച്ചു. അതിന് ഇത്ര വലിയ പൊല്ലാപ്പ്, ഇത്ര വലിയ പൊള്ളൽ എത്ര ദിവസമായി
എന്തിനു വേണ്ടി പണിയെടുക്കുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ജനങ്ങൾ. അൻവറിന്റെ പിറകെ നടന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ശരിയാക്കുമെന്ന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിന്റെ ഭർത്താവിന് എടക്കര ഏരിയ സെക്രട്ടറി വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇത്തരം ഭീഷണി വേണ്ടെന്നും UDF പ്രവർത്തകർക്ക് നേരെയോ തനിക്ക് നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലക്കടിക്കുമെന്ന ഭീഷണിയും പ്രസംഗത്തിൽ അൻവർ മുഴക്കി. ഈസ്റ്റ് ലൈവ്, എടക്കര.